പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഓഫീസ് അറ്റൻഡൻറ്റ് 2022 നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10 എന്നാണ്. അപ്പോൾ 10 യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10 ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ടാഗ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവ് ടാഗ് നമ്മൾ ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ടാഗ് എങ്ങനെ എഴുതാം? ഓക്സിലറി നോട്ട് സബ്ജക്റ്റ്. ഓക്സിലറി അതിനോടൊപ്പം നോട്ട് ചേർത്ത് മാറ്റി എഴുതുക, സബ്ജക്റ്റ് എടുത്തെഴുതുക. ഓക്സിലറി ആയിട്ട് ഹാവ് വന്നിരിക്കുന്നു, സബ്ജക്റ്റ് ആയിട്ട് യു വന്നിരിക്കുന്നു. ഹാവിനോടൊപ്പം നോട്ട് ചേർക്കുമ്പോൾ ഹാവിൻ്റെ യു, സബ്ജക്റ്റ് യു. അതുകൊണ്ട് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. ചേഞ്ച് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ലെറ്റ് ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ബി, അത് കഴിഞ്ഞിട്ട് V3, ബി പ്ലസ് V3 ഈ പാറ്റേണിൽ ആയിരിക്കണം. പ്ലസ് RPS റിമൈനിങ് പാർട്ട് ഓഫ് സെൻറ്റൻസ്. ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. ഇവിടെ ബിൽഡ് എന്നത് വെർബാണ്. വെർബ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന വാക്കിന് നമ്മൾ പറയുന്ന പേര് ഒബ്ജക്റ്റ്. എ ഹോസ്പിറ്റൽ എന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ലെറ്റ് കഴിഞ്ഞിട്ട് എ ഹോസ്പിറ്റൽ വരുന്ന ഓപ്ഷൻ നോക്കുക. 2 ഓപ്ഷനേ ഉള്ളൂ, ബിയിലും സിയിലുമാണ് വന്നിരിക്കുന്നത്. ബാക്കി എയും ഡിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് അതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അത് കഴിഞ്ഞിട്ട് എ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ബി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് V3 ആണ് വരേണ്ടത്. ബി ഓപ്ഷനിൽ ബിൽഡ് തന്നെ വന്നിരിക്കുന്നു, ബിൽഡ് V1 ആണ്. സി ഓപ്ഷനിൽ ബിൽറ്റ് വന്നിരിക്കുന്നു, അത് V3 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഏത് ഉത്തരം? സി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ്. ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വിയർ ദെയർ കോട്ട്സ്. രണ്ടാമത്തെ ഓപ്ഷൻ, യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. മൂന്നാമത്തെ ഓപ്ഷൻ, ദ ഡ്രൈവർ ഹാഡ് ബെറ്റർ വോർ സീറ്റ് ബെൽറ്റ്. നാലാമത്തെ ഓപ്ഷൻ, ഐ ഹാഡ് നോട്ട് ബെറ്റർ ടു ബി ലേറ്റ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത ഹാഡ് ബെറ്റർ വരുന്ന ചോദ്യങ്ങളാണ്. എന്ത് വരുന്ന ചോദ്യങ്ങൾ? ഹാഡ് ബെറ്റർ വരുന്ന ചോദ്യങ്ങളാണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ എപ്പോഴും വെർബ് എന്തായിരിക്കണം? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. വെർബിൻ്റെ ആദ്യത്തെ രൂപം V1 എന്ന് പഠിച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ V0 ഫോം ഓഫ് വെർബാണ്. വെർബിൻ്റെ ബേസ് രൂപമാണ് പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കണം V1 എന്ന് പഠിച്ചു വെച്ചാൽ മതി. V1 കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണെങ്കിലും വ്യത്യാസമാണ്. V1 എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ഉത്തരമായിട്ട് വരണം. അപ്പോൾ നമുക്ക് നോക്ക്, ഹാഡ് ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വിയർ V1 ആണ് വന്നിരിക്കുന്നത്, അത് ഉത്തരം ശരിയാണ്. രണ്ടാമത്തേൽ നോക്കുക, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ടു കൺസൾട്ടാണ് വന്നിരിക്കുന്നത്, 2 + V1 വേണ്ട. മൂന്നാമത്തേൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വോറാണ് വന്നിരിക്കുന്നത്, V2 ആണ്, വേണ്ട. നാലാമത്തേൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് 2 + V1 ആണ് വന്നിരിക്കുന്നത്, അതും വേണ്ട. അതുകൊണ്ട് ഉത്തരം ഏത് വരും? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ് ദേ ആർ ക്ലീൻ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ വോണ്ട് ഉണ്ട്, ഡയറിൻ്റെ ഉണ്ട്, കാണ്ട് ഉണ്ട്, നീഡിൻ്റെ ഉണ്ട്. ആവശ്യമില്ല എന്നർത്ഥത്തിൽ നീഡിൻ്റെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ബീൻ ആൻ എറർ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. ദ ലീഡർ, നമുക്ക് ദ ലീഡർ ആദ്യത്തെ ഭാഗം, ദ ലീഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലാർ ആണ്. അപ്പോൾ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അടുത്ത ബി ഓപ്ഷൻ നോക്കി, ഹാസ് ടുക്ക്. ഹാസ് സിംഗുലാർ ആണ്. ഇനി ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് V3 ആയിരിക്കണം. ടുക്ക് എന്ന് പറയുന്നത് V2 ആണ്. ടേക്കൺ എന്ന് പറയുന്നത് V3 ആണ്. അപ്പോൾ അവിടെ തെറ്റുണ്ട്. ഹാസ് കഴിഞ്ഞിട്ട് V2 ആണ് വന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ദ റെസ്പോൺസിബിലിറ്റി റിമൈനിങ് പാർട്ട്, അതിൽ വേറെ തെറ്റൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് തെറ്റ് വരുന്ന ഭാഗം ഏതാണ്? ബി പാർട്ട് തെറ്റ്. എന്താണ് തെറ്റ്? ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ V3 ആണ് വരേണ്ടത്, ടേക്കൺ ആണ് വരേണ്ടത്. അടുത്ത വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്.
എന്നതിൻ്റെ വൺ വേഡ് ഏതെന്നാണ്. അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് ബ്രഹ്മചര്യം, സെലിബസിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എ ഡാഷ് ഓഫ് ജേർണലിസ്റ്റ്. ജേർണലിസ്റ്റിൻ്റെ കളക്റ്റീവ് നോണാണ് ചോദിച്ചിരിക്കുന്നത്. റെജിമെൻറ്റ്, ട്രൂപ്പ്, സ്വാം. SWARM ആണ്. സ്വാം, സ്കൂപ്പ്. അപ്പോൾ നമുക്ക് ജേർണലിസ്റ്റിൻ്റെ കളക്റ്റീവ് നോണ് പ്രസ് ഓഫ് ജേർണലിസ്റ്റ് ആണ്. PRESS പ്രസ് ഓഫ് ജേർണലിസ്റ്റ് എന്നാണ്. ഓപ്ഷനിൽ നമുക്കതില്ല, അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽഡ് ചോദ്യമായിരുന്നു. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ജേർണലിസ്റ്റിൻ്റെ കളക്റ്റീവ് നോണ് പ്രസ് ഓഫ് ജേർണലിസ്റ്റ്. എന്നാൽ റെജിമെൻറ്റ് ഓഫ് ആണെങ്കില റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ് ആണ്. റെജിമെൻറ്റ് ഓഫ് എന്ന കളക്റ്റീവ് നോണിൽ വരുന്നത് സോൾജിയേഴ്സ് ആണ്. ട്രൂപ്പ് ഓഫ് ആണെങ്കിൽ TROOP ട്രൂപ്പ് ഓഫ് മങ്കിയാണ്. ട്രൂപ്പ് ഓഫ് മങ്കി, ഗൊറില്ല, കുരങ്ങന്മാരുടെയൊക്കെ കളക്റ്റീവ് നോണ് ട്രൂപ്പാണ്. എന്നാൽ സ്വാം ഓഫ് ആണെങ്കിൽ SWARM. സ്വാം ഓഫിൽ ഇൻസെക്റ്റുകളാണ് വരുന്നത്. ഇൻസെക്റ്റ്, കോക്രോച്ച്, ആൻഡ്, ബീസ്, ഫ്ലൈസ്. എന്നാൽ സ്കൂപ്പ് ഓഫ് ആണെങ്കിൽ സ്കൂപ്പ് ഓഫിനകത്ത് ഐസ്ക്രീമാണ് വരുന്നത്. ഓർമ്മയിലിരിക്കുക. അടുത്തത് ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് എന്നതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമുക്ക് പഠിച്ചതാണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് മീൻസ് റിവീൽ എ സീക്രട്ട്. രഹസ്യങ്ങൾ പുറത്തു പറയുക. റിവീൽ എ സീക്രട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ? രഹസ്യങ്ങളൊക്കെ പുറത്തു പറയുക എന്ന അർത്ഥത്തിലാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് എന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഡു തിങ്സ് കെയർഫുള്ളി ആൻഡ് റെഗുലർലി, ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ, ടു മേക്ക് സംതിങ് പബ്ലിക്, നോട്ട് റീസ്റ്റാർട്ട് എ ഡിബേറ്റ്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ? പബ്ലിക് ആക്കുക, പ്രസിദ്ധി അല്ലെങ്കിൽ പുറത്ത് പറയുക. അപ്പോൾ നമുക്ക് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ടു മേക്ക് സംതിങ് പബ്ലിക്. ലെറ്റ് എ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് മീൻസ് റിവീൽ സീക്രട്ട്, രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയുക. അടുത്ത ചോദ്യമാണ്, സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ബെയ്റ്റ് എന്നതിൻ്റെ സിനോണിം ഏതെന്നാണ്? ബെയ്റ്റ് എന്നതിൻ്റെ സിനോണിം അലൂറാണ്. അലൂറ്, ബെയ്റ്റ്. അടുത്ത കോമ്പൗണ്ട് വേർഡാണ്. താഴെ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കിയോ, ഓപ്റ്റിമിസ്റ്റ് ഓപ്ഷനിലുണ്ട്, റെയിൽ റോഡ് ഓപ്ഷനിലുണ്ട്, കൗൺസിലർ ഓപ്ഷനിലുണ്ട്, ജനറൽ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട് വേർഡ് എന്നാൽ രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥമുള്ള വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ റെയിൽ റോഡാണ് ഉത്തരമായിട്ട് വരുന്നത്. റെയിൽ ഒരു വാക്ക്, റോഡ് മറ്റൊരു വാക്ക്. അപ്പോൾ നമുക്ക് റെയിൽ റോഡാണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു.